അതിന് ജസ്റ്റിക്ക് LORഉം MOIയും കിട്ടി. ഇവിടെ ചെന്നപ്പോൾ തന്നെ ഇതിന്റെ സംഘാടകർ പറഞ്ഞു ഇനിയിപ്പോൾ പോയിട്ട് കാര്യമില്ല, പെട്ടെന്ന് കഴിയും. കോളേജിൽ വന്നതേ അല്ല. എന്റെ ഫ്രണ്ട് ജർമ്മനിയിൽ ഫ്രീ ആയിട്ട് മാസ്റ്റേഴ്സ് പഠിക്കാൻ പോവാണ്, പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ. ട്യൂഷൻ ഫീസ് ഒന്നുമില്ലാണ്ട്. അതിന് അഡ്മിഷൻ എടുക്കാനായിട്ട് അവൻ ഇപ്പോൾ പഠിച്ച കോളേജിൽ നിന്ന് 2 ഡോക്യുമെന്റ്സ് വേണം. അത് കളക്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ 3 സുഹൃത്തുക്കൾ ചേർന്ന് അവന്റെ കോളേജിലേക്ക് ഇതേ പുറപ്പെടുകയാണ്. ഇപ്പോൾ സമയം ഏകദേശം 10 മണിയായി. ഒരു ഫ്രണ്ടിനെ ഞാനിപ്പോൾ ഒന്ന് പിക്ക് ചെയ്യും. അതിനുശേഷം വേറൊരു ഫ്രണ്ട് റോഡിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവനെയും പിക്ക് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. ഏകദേശം 4-4.5 മണിക്കൂറുണ്ട്. ഇന്ന് ഞായറാഴ്ചയാണ്, ശരിക്കും കോളേജൊന്നുമില്ല. പക്ഷെ ഇവന്റെ കോളേജ് വാഗമണിലായതുകൊണ്ട് ഞങ്ങളൊരു ട്രിപ്പ് പോലെയാണ് പോകുന്നത്. ഞങ്ങൾ 3 പേരിൽ രണ്ടാമത്തെ ആളെത്തി. ഞങ്ങൾ ഇറങ്ങിട്ടോ. അതെ, എടാ ഡിക്കി ചെരുപ്പ് ഡിക്കിയിലിട്ടോ. ഞങ്ങൾ അങ്ങനെ പുറപ്പെട്ട് ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി നിർത്തി. ഇതാണ് ജസ്റ്റി, ഇതാണ് ക്രിസ്റ്റി. യെസ്, ജസ്റ്റിയാണ് ജർമ്മനിക്ക് പോകാൻ പോകുന്നത്. ആള് ബാച്ചിലേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് മാസ്റ്റേഴ്സും കഴിഞ്ഞ MBAയും കഴിഞ്ഞതാണ്. ജസ്റ്റിനെ, നിനക്കിനി എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം ഈ ഫ്രീ എഡ്യൂക്കേഷൻ അപ്ലൈ ചെയ്യാനായിട്ട്? APS നീ ഓൾറെഡി അപ്ലൈ ചെയ്ത്, IELTS കയ്യിലുണ്ട്, പക്ഷെ ഒന്നുകൂടെ ഇമ്പ്രൂവ് ചെയ്യണം. പിന്നെ ഈ ഒരു ലെറ്റർ വേണം, കോളേജിൽ നിന്നുള്ള ഈ 2 ലെറ്റർ വേണം. ജനറലാണ്. ജനറലാണ്. അക്കാഡമിക് വേണം. ഓക്കെ, അക്കാഡമിക് IELTS വേണം. പിന്നെ വേറെ ഏതെങ്കിലും ഡോക്യുമെന്റ് വേണമെന്ന് പറഞ്ഞവര്? LOR MOIയും. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നേരെ ഞങ്ങൾ വാഗമണ്ണ് പുറപ്പെട്ടു. ഏകദേശം 3.5 മണിക്കൂറായിരുന്നു ഞങ്ങളുടെ ട്രാവൽ ടൈം. ഞങ്ങളിപ്പോൾ ഓൾമോസ്റ്റ് വാഗമൺ എത്തി. ഇനി ഇവിടുന്ന് ഏകദേശം ഒരു 5 മിനിറ്റ് റിസോർട്ടിലേക്കുണ്ട്. നമ്മളിപ്പോൾ വന്നിട്ട് 2 വർഷമല്ലോ ഇവിടെ. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വരുമ്പോൾ വൈകുന്നേരം, അതായത് ഒരു 6 മണി 7 മണി നേരം ആയിട്ടുണ്ടാവും അല്ലേ, ഫുൾ ഫോഗ് എന്ന് പറഞ്ഞാൽ ഈ വഴിയിൽ പോകാനേ പറ്റാത്ത രീതിയിൽ ഫോഗ്. അവസാനം വണ്ടി ഇവിടെ നിർത്തിയിട്ട് ഏകദേശം 1 മണിക്കൂറോളം ഇവിടെ കിടന്ന് അവസാനം അപ്പം ചായ കുടിച്ച് 2 പ്രാവശ്യം കൊണ്ട് ചായ കുടിച്ച് അതിൻ്റെ ഫോഗ് മൊത്തം പോയിട്ടാണ് ഇവിടെ നിന്ന് വണ്ടി എടുത്തത്. അങ്ങനെ ഫൈനലി ഇപ്പോൾ സമയം 4 മണിയായി. ഞങ്ങളങ്ങനെ വാഗമണിലെത്തി. ഇവിടെ നിന്ന് ഏകദേശം 25 കിലോമീറ്റർ ഉണ്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ കോളേജിലേക്ക്. ഇതാണ് ഞങ്ങളുടെ റൂം. ഇന്നത്തെ ഒരു ദിവസത്തേക്ക് വേണ്ടി മാത്രം എടുത്തേക്കുന്നതാണ്. അത്യാവശ്യം കുഴപ്പമില്ല. ഞങ്ങൾ എടുത്തേക്കുന്ന ബഡ്ജറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള റൂം തന്നെയാണ്. നല്ലൊരു വ്യൂ ഈ സൈഡിലുണ്ട്. ഞാൻ ഈ റൂമിൽ നിന്നുള്ള വ്യൂ കാണിച്ചു തരാം. ഇവിടെ വേണമെങ്കിൽ ക്യാമ്പ് ഫയർ ചെയ്യാനായിട്ട്, ബാർബിക്യൂ ചെയ്യാനായിട്ടുള്ള സൗകര്യമുണ്ട്. നല്ല അത്യാവശ്യം വ്യൂ ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇപ്പോൾ എത്ര മണിയായി? 5 എന്നാ പോയിട്ട് ഫുഡ് അടിച്ചാലോ? ചായ കുടിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയപ്പോഴാണ് ഹോട്ടലിൽ ഒരാൾ പറഞ്ഞത് ഇവിടെ ഒരു ഓഫ് റോഡിൻ്റെ കോമ്പറ്റീഷൻ എന്തോ നടക്കുന്നുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടി ഞങ്ങളെല്ലാവരും വന്നേക്കാണ്. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും അങ്ങോട്ട് പോയിട്ടുണ്ട്. അവിചാരിതമായിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ ചെന്ന് വിടുന്നത്. ശരിക്കും ഇവിടെ ഒരു ഒഫീഷ്യൽ കാര്യത്തിന് അല്ലെങ്കിൽ അവൻ്റെ അഡ്മിഷന് വേണ്ടി വന്ന ഞങ്ങളിത് ഇപ്പോൾ ഓഫ് റോഡിൻ്റെ കുറച്ച് കോമ്പറ്റീഷനോ കാര്യങ്ങളൊക്കെ കാണാൻ പോവാണ്. ജിംനി. മോഡിഫൈഡ് ആയിട്ടുള്ളൊരു ജിംനി തന്നെ നോക്കി. ടയർ മാറ്റി വന്നല്ലേ, ഫുൾ കസ്റ്റം വിഞ്ച്, എല്ലാ സാധനങ്ങളും ഉണ്ട്. ജർമ്മനിയിൽ എങ്ങനെയാണ് ഫ്രീ എഡ്യൂക്കേഷൻ ചെയ്യുന്നതിനെ പറ്റിയിട്ട് ഞാനൊരു വീഡിയോ ഓൾറെഡി യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. 60% മാർക്ക് ബിടെക്കിനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു 65% മാർക്ക് നിങ്ങളുടെ ഡിഗ്രിക്ക്, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് റിലേറ്റഡ് ഡിഗ്രിക്ക് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോഴ്സാണെങ്കിൽ ഒരു 70% മാർക്ക് പ്ലസ് IELTS 6.5 ആൻഡ് APS കൂടെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ജർമ്മനിയിൽ ട്യൂഷൻ ഫീ ഇല്ലാതെ പഠിക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ ഫ്രണ്ട് BBA ആണ് ചെയ്തത്. അവന് 70% മാർക്കിൽ കൂടുതലുണ്ട്. ഓൾറെഡി അവൻ കാനഡയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് പേപ്പർ വർക്കുകളും പ്രൊസീജിയറൊക്കെ ചെയ്തതുകൊണ്ട് അവൻ്റെ കയ്യിൽ IELTS ഉണ്ട്. IELTS ജനറലാണ്, എന്നാലും അവൻ IELTS അക്കാഡമിക് എടുക്കണം. പക്ഷേ IELTS എഴുതി ഇത്തിരി പരിചയമുള്ളതുകൊണ്ട് അവനത് ഈസിയാണ്. പിന്നെ APSന് ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഏകദേശം ഒരു മാസം 1.5 മാസത്തിനുള്ളിൽ അത് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ജർമ്മനിയിൽ എങ്ങനെയാണ് ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റുക, അല്ലെങ്കിൽ ട്യൂഷൻ ഫീ ഇല്ലാതെ എങ്ങനെ പഠിക്കുക എന്നുള്ളതിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. ഒരു ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക, മെസ്സേജ് ചെയ്യുക. ഞങ്ങൾക്ക് എന്തായാലും കോമ്പറ്റീഷൻ കാണാൻ പറ്റിയില്ല. ഞങ്ങൾ എത്തിയപ്പോഴേക്കും കുറച്ച് ലേറ്റായി പോയി. ഇപ്പോൾ തന്നെ സമയം ഏകദേശം 6:30 ആയി. ഇപ്പോൾ ഇവിടെ ചെന്നപ്പോൾ തന്നെ ഇതിൻ്റെ സംഘാടകർ പറഞ്ഞു ഇനിയിപ്പോൾ പോയിട്ട് കാര്യമില്ല, പെട്ടെന്ന് കഴിയും. ഇപ്പൊ തന്നെ കണ്ട, ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള യാത്രകളിലാണ് ഇങ്ങനെയുള്ള ഓഫ് റോഡിന് വേണ്ടി വന്നാണ്, കോളേജിൽ വന്നതേ അല്ല. അപ്പൊ ഇന്നെന്തായാലും ഇങ്ങനത്തെ കുറച്ച് കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ ദിവസം അവസാനിച്ച് ഇനി നേരെ റൂമിലേക്കാണ്.
നാളെ ഇനി കോളേജിലേക്ക് പോകണം. ഇത് വാഗമണിലെ ഞങ്ങളുടെ രണ്ടാമത്തെ ദിവസം. ഇന്നാണ് അവൻ്റെ കോളേജിലേക്ക് പോകുന്നത്. കോളേജ് കുട്ടിക്കാനത്താണ്, മരിയൻ കോളേജ്. അപ്പോൾ ഇപ്പോൾ സമയം 10:45. ഒരു 11 മണിക്ക് മുന്നേ ചെക്കൗട്ട് ചെയ്യണം. ഇവിടെ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. ഇനി ചെക്കൗട്ട് ചെയ്ത് പോകാനുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. ജസ്റ്റിൻ്റെ കുളി കഴിഞ്ഞാൽ ഇല്ല. അപ്പോൾ എൻ്റെ ബാഗും കാര്യങ്ങളെല്ലാം പാക്ക്ഡാണ്. ഒരാളുടെയും കൂടി പാക്ക് ചെയ്യാനുണ്ട്. ഇപ്പോൾ സമയം 11 മണിയായി കറക്റ്റ്. ഇപ്പോൾ ചെക്കൗട്ട് ചെയ്യാൻ കഴിഞ്ഞ് റൂമൊക്കെ ചെക്ക് ചെയ്ത് ഒന്നുമില്ലല്ലോ. ഓക്കെ, ഇറങ്ങാൻ ജസ്റ്റ് പുറത്ത് വെക്കണം. ഡോർ ലോക്ക് ചെയ്യണോ? വേണ്ട, പോവാ. നീ പടി കയറി മുകളിൽ പോവാന്നുള്ളതാണ് ഇത് ഭാരകരമായ കാര്യം. ജസ്റ്റ് നിന്റെ കോളേജിലേക്ക് ഇവിടെ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ട്? 24 കിലോമീറ്റർ. ഓക്കെ, ഏകദേശം ഒരു അരമണിക്കൂർ എടുക്കുമോ? അരമണിക്കൂർ എടുക്കും. ഓക്കെ, മരിയൻ കോളേജ് അല്ലേ. നമ്മളിപ്പോൾ ഈ സ്റ്റേയിലല്ലേ, നമ്മളിപ്പോൾ ഇന്ന് സ്റ്റേ ചെയ്ത് ഈ റൂമിൻ്റെ നമുക്കൊരു റിവ്യൂ കൊടുത്താലോ? റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതായത് ഒന്നാമത്തെ ബുക്ക് ചെയ്ത എമൗണ്ട് 3 പേര്, അത് അഫോർഡബിൾ ആണോ അല്ലേ? 10 നമുക്ക് എത്ര ഇത് കൊടുക്കാം? സ്കോർ കൊടുക്കാം 7 to 8 കൊടുക്കാം. യെസ്, വാ. ജസ്റ്റ് നമ്മൾ ഇന്ന് താമസിച്ച റൂം സർവീസ് എങ്ങനെയുണ്ടായി? നല്ലതല്ലേ? നല്ലതല്ലേ? നമ്മൾ ചോദിച്ച കാര്യങ്ങളൊക്കെ പിള്ളേർ ചെയ്തു തന്നാറുണ്ട്. പിന്നെ ഒരു കാര്യത്തിനൊരു ഡിലേ വരുത്തിയില്ല. എല്ലാ കാര്യങ്ങളും വളരെ കൺവീനിയന്റ് ആയിരുന്നു. ഓൺ ടൈം എല്ലാം കിട്ടിയാൽ മതി. വ്യൂ എങ്ങനെയുണ്ട്? വ്യൂവിനൊരു കുഴപ്പമില്ല. ഔട്ട് ഓഫ് 6 to 7 കൊടുക്കാം അല്ലേ? ഒരു പുറത്തുനിന്ന് വന്ന ആൾക്കാർക്കൊക്കെ ഇതൊരു നല്ലൊരു വ്യൂ ആണ്. വൃത്തി എങ്ങനെയുണ്ട്? ബാത്റൂമും റൂമും വൃത്തിയുണ്ട്. വൃത്തിയില്ല, നല്ലതാണ്. അപ്പോൾ അതിനും ഒരു 7 to 8 കൊടുക്കാം. 7 കൊടുക്കാം. 7 കൊടുക്കാം. യെസ്. അപ്പോൾ നമ്മൾ താമസിച്ച ഹോട്ടലിന്റെ പേരെന്താ? ഹിൽമോങ്ക്. ബദാനി ഹൈറ്റ്സ് ഹിൽമോങ്ക്. ബദാനി ഹൈറ്റ്സ്. ഹിൽമോങ്ക് തന്നെ 2-3 ഉണ്ടല്ലേ? പക്ഷെ ഇതിന് മേലത്തിന് കുറച്ചും കൂടി. പക്ഷെ അത് വേറൊരു പ്രോപ്പർട്ടിയാണ്. അത് വില്ലയായിട്ട് കൊടുക്കുള്ളൂ. 2-3 ബെഡ്റൂം ഉണ്ട്, പൂള്. ഈ ഒരു പ്രോപ്പർട്ടി ഇത് മുഴുവനായിട്ട് എടുക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. 2-3 ബെഡ്റൂം, സ്വിമ്മിംഗ് പൂള്, പിന്നെ ഒരു DJ പരിപാടി, അങ്ങനെ എന്തൊക്കെയുണ്ട്. നമ്മളൊരു 1 ഡേക്കൊക്കെ വരികയാണെങ്കിൽ, അഫോർഡബിൾ ആയിട്ട് ബഡ്ജറ്റിൽ വരികയാണെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അരമണിക്കൂറുള്ളൂ കുട്ടിക്കാനത്തേക്ക് എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ യാത്ര തുടങ്ങിയത്. പക്ഷേ ഏകദേശം 1 മണിക്കൂറോളം ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് വലിയ സ്പീഡിലൊന്നും പോകാൻ പറ്റാത്ത വഴിയാണ്. ഒരുപാട് ബെൻഡുകളും ഹെയർ പിന്നുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് വേണം വണ്ടി ഓടിക്കാനായിട്ട്. വാഗമണിൽ വന്നിട്ട് തേയില കാണാൻ തുടങ്ങിയത് ഇപ്പോഴാണല്ലോ. ഇത്ര നേരം വെറുതെ മുട്ടക്കൊന്നും തരിശു ഭൂമിയാണ്. ഫൈനലി മരിയൻ കോളേജിലെത്തി. പക്ഷേ വണ്ടി ഇവിടെ കയറ്റാൻ പറ്റില്ല. അതുകൊണ്ട് വണ്ടി ഇവിടെ പുറത്ത് പാർക്ക് ചെയ്തിട്ട് പയ്യെ നടന്നല്ല. അങ്ങനെ സമയം 12:30 ആയപ്പോൾ ഞങ്ങൾ ഇവിടെ കുട്ടിക്കാനത്തെത്തി, മരിയൻ കോളേജിന്റെ ഫ്രണ്ടിൽ. ഇനി ജസ്റ്റ് അകത്ത് പോയിട്ട് ഈ ലെറ്റർ ഒന്ന് സംഘടിപ്പിക്കണം. അപ്പോൾ കുറച്ച് നേരം ഇവിടെ നിന്നൊരു വെയിറ്റിംഗ് ഉണ്ട്. ആൾ പോയി വരട്ടെ, നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ജസ്റ്റ് ഇതങ്ങനെ കോളേജിലേക്ക് കയറാൻ പോവാണ്. ആൾ പോയി സംസാരിക്കട്ടെ, നോക്കട്ടെ. അവൻ പറഞ്ഞത് പെർമിഷൻ ഉണ്ടെങ്കിൽ അകത്ത് കയറാൻ പറ്റുന്നതാണ്. നമുക്കിവിടെ എന്തായാലും വെയിറ്റ് ചെയ്യാം. ഇതാണ് മരിയൻ കോളേജ് കുട്ടിക്കാനം. അതിന് ജസ്റ്റിക്ക് LORഉം MOIയും കിട്ടി. LOR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ. നീ എന്നെ പഠിപ്പിച്ച ഒരു സാറിൻ്റെ അടുത്തുനിന്ന്, 2 സാറുമാരുടെ അടുത്തുനിന്ന്. പിന്നെ MOI, മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ലെറ്റർ അല്ലേ, അത് പ്രിൻസിപ്പൽ സൈൻ ചെയ്തു. ഓക്കെ, അങ്ങനെ 2 ഡോക്യുമെൻറ്റുമായി. ഇനി നിനക്ക് എന്താ വേണ്ടത്? APSഉം IELTSഉം കൂടി ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കിട്ടിയാൽ മതി അല്ലേ? മരിയൻ കോളേജിൻ്റെ പുതിയ ഗേറ്റ് ആണ് ഇവന്നെ. പണി നടക്കുക. അങ്ങനെ ജസ്റ്റിന് ഡോക്യുമെൻറ്റ്സ് എല്ലാം കിട്ടി. ഇനി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. വീട്ടിൽ പോകുന്നതിന് മുമ്പ് ഇവിടെ കുറച്ച് ടൂറിസം ഡെസ്റ്റിനേഷൻസ് ഉണ്ട്. അവിടേക്ക് ഒന്ന് പോയി കാര്യങ്ങളെല്ലാം കണ്ടിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകും. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ ജർമ്മൻ ഫ്രീ എഡ്യൂക്കേഷനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം.